Hi all and welcome to our channel Center for CS. ഈ വീഡിയോയിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഹിസ്റ്ററിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. പണ്ട് കാലം മുതലേ ഹ്യൂമൻസ് ചെയ്യുന്ന എല്ലാ ജോലിയും ഈസി ആക്കാൻ വേണ്ടി ഓട്ടോണോമസ് മെഷീൻസിനെ പറ്റി ചിന്തിച്ചു തുടങ്ങിയിരുന്നു. അതിനൊരു എക്സാമ്പിളാണ് ഗ്രീക്ക് മിത്ത് താലോസ്. താലോസ് വാസ് എ ജയന്റ് ആനിമേറ്റഡ് ബ്രോൺസ് വാരിയർ ഹു വാസ് പ്രോഗ്രാംഡ് ടു ഗാർഡ് ദി ഐലൻഡ് ഓഫ് ക്രീറ്റ്. 1921 നടന്ന സയൻസ് ഫിക്ഷൻ ഡ്രാമയിലാണ് ആദ്യമായിട്ട് റോബോട്ടിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിനുശേഷം ഓട്ടോണോമസ് മെഷീൻസിനെ പറ്റി കോമിക്സിലും മൂവീസിലും ഒക്കെ പറഞ്ഞു തുടങ്ങി. അങ്ങനെ 1940s ആയപ്പോഴത്തേക്ക് ആളുകൾ സീരിയസ് ആയിട്ട് ചിന്തിച്ചു തുടങ്ങി എങ്ങനെ ഹ്യൂമൻസിനെ പോലെയുള്ള ഇന്റലിജൻസ് ആർട്ടിഫിഷ്യലി ക്രിയേറ്റ് ചെയ്യാമെന്ന്. ജസ്റ്റേഷൻ പീരീഡ് ഓഫ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വരുന്നത് 1943 to 1955 ആണ്. 1943 വാരൻ മെക്കുലോഹും വാൾട്ടർ പിറ്റ്സും എങ്ങനെയാണ് ന്യൂറോൺസ് ബ്രെയിനിൽ വർക്ക് ചെയ്യുന്നതിനെ പറ്റി ഒരു പേപ്പർ പബ്ലിഷ് ചെയ്തു. ആ പേപ്പറിന്റെ ടൈറ്റിൽ ഇങ്ങനെയായിരുന്നു: എ ലോജിക്കൽ കാൽക്കുലസ് ഓഫ് ദി ഐഡിയാസ് എമിനന്റ് ഇൻ നെർവസ് ആക്ടിവിറ്റി. ഈ പേപ്പറാണ് ഇന്നുള്ള എല്ലാ ന്യൂറൽ നെറ്റ്വർക്സിന്റെയും ബേസ് ആയിട്ട് വരുന്നത്. അവർ പ്രപ്പോസ് ചെയ്ത മോഡലാണ് ബൂളിയൻ സർക്യൂട്ട് മോഡൽ ഓഫ് ബ്രെയിൻ. ബൂളിയൻ സർക്യൂട്ട് മോഡൽ ഓഫ് ബ്രെയിനിൽ ഒരു ന്യൂറോണിന് അതിന്റെ സറൗണ്ടിങ് നെയ്ബേഴ്സിൽ നിന്നും സഫിഷ്യന്റ് സ്റ്റിമുലസ് കിട്ടിക്കഴിയുമ്പോൾ ആ ന്യൂറോൺ ഓൺ സ്റ്റേറ്റിലേക്ക് പോകും. ബാക്കിയുള്ള ടൈം അത് ഓഫ് സ്റ്റേറ്റിലായിരിക്കും ഉള്ളത്. ആയപ്പോഴത്തേക്ക് ന്യൂറോൺസ് തമ്മിൽ കണക്ട് ചെയ്യുന്ന കണക്ഷൻ സ്ട്രെങ്തിനെ മോഡിഫൈ ചെയ്യാൻ ഡൊണാൾഡ് ഹെബ് ഒരു അപ്ഡേറ്റ് റൂൾ കൊണ്ടുവന്നു. ഈ റൂളിനെയാണ് ഹിബിയൻ ലേണിംഗ് എന്ന് പറയുന്നത്. 1950 ആയപ്പോഴത്തേക്ക് അലൻ ട്യൂറിംഗ് ഒരു പേപ്പർ പബ്ലിഷ് ചെയ്തു, കമ്പ്യൂട്ടിംഗ് മെഷീനറി ആൻഡ് ഇന്റലിജൻസ്. ഈ പേപ്പറിൽ പറഞ്ഞിരിക്കുന്നത് ക്യാൻ മെഷീൻ തിങ്ക് എന്നുള്ളതാണ്. ഒരു മെഷീൻ ഇന്റലിജന്റ് ആണോ അല്ലയോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ അലൻ ട്യൂറിംഗ് ഇൻവെന്റ് ചെയ്ത ടെസ്റ്റ് ആണ് ട്യൂറിംഗ് ടെസ്റ്റ്. കൺസിഡർ ദി സിറ്റുവേഷൻ: ഒരു റൂമിലിരിക്കുന്ന കമ്പ്യൂട്ടറും വേറെ റൂമിലിരിക്കുന്ന ഹ്യൂമനും ഒരു ഇവാലുവേറ്ററുമായി ടെക്സ്റ്റ് മെസ്സേജ് വഴി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണ്. ഇവിടെ ഇവാലുവേറ്ററിന് അറിയില്ല ഏതാണ് കമ്പ്യൂട്ടർ എന്നുള്ളത്. ഈ ടെസ്റ്റ് പാസ്സാവണമെന്നുണ്ടെങ്കിൽ കമ്പ്യൂട്ടർ ഹാസ് ടു ഫൂൾ ദി ഇവാലുവേറ്റർ ഇൻടു ബിലീവിംഗ് ദാറ്റ് ഇറ്റ് ഈസ് ഹ്യൂമൻ. ഇതുവരെയും ഒരു മെഷീൻസും ഫുള്ളായിട്ട് ട്യൂറിംഗ് ടെസ്റ്റ് പാസ്സായിട്ടില്ല. 1950 ആയപ്പോഴത്തേക്ക് വൈനിയർ കെയിം അപ്പ് വിത്ത് സൈബർനെറ്റിക്സ്. Cybernetics is the automatic control systems in machine and animals. 1951 Minsky developed the first neural network machine called SNARC. SNARC stands for Stochastic Neural Analog Reinforcement Calculator. The birth of artificial intelligence was on 1956. 1956 ഡാർട്ട്മൗത്ത് കോളേജിൽ AI സയന്റിസ്റ്റുകളുടെ ഒരു കോൺഫറൻസ് നടന്നു. ആ കോൺഫറൻസിൽ വെച്ച് ജോൺ മുക്കർത്തിയാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന ടേം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ജോൺ മുക്കർത്തിയാണ് ഫാദർ ഓഫ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത്. ഈ കോൺഫറൻസിൽ ന്യൂവെല്ലും സൈമണും ലോജിക് തിയറസ്റ്റ് എന്ന AI പ്രോഗ്രാം ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഈ പ്രോഗ്രാം മാത്തമാറ്റിക്കൽ തിയറംസിന് പ്രൂഫ് എഴുതാൻ വേണ്ടിയിട്ട് ഉള്ളതായിരുന്നു. ഈ പ്രോഗ്രാം യൂസ് ചെയ്തിട്ട് കോംപ്ലക്സ് മാത്തമാറ്റിക്കൽ പ്രോബ്ലംസ് ഒന്നും സോൾവ് ചെയ്യാൻ പറ്റില്ല. ഇറ്റ് ഈസ് ജസ്റ്റ് ഫോർ റൈറ്റിംഗ് എ സിമ്പിൾ പ്രൂഫ് ഫോർ ദി തിയറംസ്. എയർലി എൻതൂസിയാസംസ് ആൻഡ് ഗ്രേറ്റ് എക്സ്പെക്ടേഷൻ ഓഫ് AI വരുന്നത് 1952 to 1969 ആണ്. ഇനി എയർലി സക്സസ്ഫുൾ AI പ്രോഗ്രാംസ് ഏതൊക്കെയാണെന്ന് നോക്കാം. സാമുവൽസ് ചെക്കർ പ്രോഗ്രാം ഫോർ ചെസ് പ്ലേയിങ്, ന്യൂവെൽ ആൻഡ് സൈമൺസ് GPS, that is ജനറൽ പ്രോബ്ലം സോൾവർ. ജനറൽ പ്രോബ്ലം സോൾവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത് സെയിം റീസണിംഗ് മെക്കാനിസം യൂസ് ചെയ്തിട്ട് എല്ലാ പ്രോബ്ലംസും സോൾവ് ചെയ്യുക എന്നുള്ളത്. ഗെലാർട്ട്നേഴ്സ് ജോമെട്രി തിയറം പ്രൂവർ ടു പ്രൂഫ് തിയറംസ് ആൻഡ് റോബിൻസൺസ് കംപ്ലീറ്റ് അൽഗോരിതം ഫോർ ലോജിക്കൽ റീസണിംഗ്. 1957 Rosenblatt developed the two-layer artificial neural network called perceptron. 1958 John McCarthy introduced the Lisp programming language. Lisp programming language ആണ് AIയുടെ dominant programming language. അതേപോലെ
ലിസ്റ്റ് പ്രോഗ്രാമിംഗിൽ ഇൻസ്ട്രക്ഷൻസിനെ പ്രോസസ്സ് ചെയ്യണമെങ്കിൽ ലിസ്റ്റ് പ്രോസസ്സർ വേണം. സോ ലിസ്പ് എന്ന നെയിം ലിസ്റ്റ് പ്രോസസ്സറിൽ നിന്നാണ് ഡിറൈവ് ചെയ്തിരിക്കുന്നത്. 1959 ആർതർ സാമുവൽ ഇൻട്രൊഡ്യൂസ്ഡ് മെഷീൻ ലേണിംഗ്. മെഷീൻ ലേണിംഗിൽ കമ്പ്യൂട്ടേഴ്സിന് നമ്മൾ കൊടുക്കുന്ന ഡേറ്റയിൽ നിന്നും അത് പാറ്റേൺസിനെ റെക്കഗ്നൈസ് ചെയ്ത് ഓട്ടോമാറ്റിക്കായിട്ട് ലേൺ ചെയ്യും. പിന്നീട് എക്സ്പീരിയൻസ് വഴി ലേണിംഗ് ഇംപ്രൂവ് ചെയ്യുകയും ചെയ്യും വിത്തൗട്ട് ബീങ് എക്സ്പ്ലിസിറ്റ്ലി പ്രോഗ്രാംഡ്. അതായത് പ്രോഗ്രാം ചെയ്യാതെ സെൽഫ് ലേണിംഗ് ഈസ് പോസിബിൾ ആയിരിക്കും ലൈക്ക് ഹ്യൂമൻ ബീങ്. ഗോൾഡൻ ഇയേഴ്സ് ഓഫ് AI വരുന്നത് 1960 to 74 ആണ്. ഈ ടൈമിൽ എക്സ്പേർട്ട് സിസ്റ്റംസ് ഡെവലപ്പ് ചെയ്തു. എക്സ്പേർട്ട് സിസ്റ്റംസ് ആർ എക്സ്പ്ലിസിറ്റ്ലി ആൻഡ് റൂൾ ബേസ്ഡ് പ്രോഗ്രാം. എക്സ്പ്ലിസിറ്റ്ലി മീൻസ് നമ്മൾ പ്രോഗ്രാം ചെയ്തു കൊടുക്കണം. എക്സ്പേർട്ട് സിസ്റ്റം വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് ആപ്ലിക്കബിൾ ആയിട്ടുള്ള എല്ലാ റൂൾസും നമ്മൾ പ്രോഗ്രാം ചെയ്ത് കൊടുക്കണം. റൂൾസ് ഉണ്ടെങ്കിൽ മാത്രമേ ഒരു എക്സ്പേർട്ട് സിസ്റ്റം വർക്ക് ചെയ്യുള്ളൂ. എക്സ്പേർട്ട് സിസ്റ്റത്തിന് ഒരു എക്സാമ്പിൾ നോക്കാം. മെഡിക്കൽ ഡയഗ്നോസിസിനുള്ളൊരു സിസ്റ്റം ആണെങ്കിൽ ആദ്യം നമ്മൾ മെഡിക്കൽ ഫീൽഡിലുള്ള ഹ്യൂമൻ എക്സ്പേർട്സിൽ നിന്നും നോളജ് കളക്ട് ചെയ്യും. ഈ നോളജിനെ ലോജിക്കൽ റൂൾസ് ആയിട്ട് കൺവേർട്ട് ചെയ്ത് എക്സ്പേർട്ട് സിസ്റ്റത്തിന്റെ നോളജ് ബേസിൽ മെയിൻറ്റെയിൻ ചെയ്യും. ഇനി ഒരു നോൺ എക്സ്പേർട്ട് യൂസർ വരുമ്പം അയാൾ ചോദിക്കുന്ന ക്വയറീസിനെ എക്സ്പേർട്ട് സിസ്റ്റത്തിന്റെ ഇൻഫറൻസ് എഞ്ചിൻ നോളജ് ബേസിൽ പോയി ചെക്ക് ചെയ്യും. ചെക്ക് ചെയ്യുമ്പം ആ റൂളിന് മാച്ച് ചെയ്യുന്ന ഏതെങ്കിലും ആക്ഷൻ ഉണ്ടെങ്കിൽ അത് റിസൾട്ട് ആയിട്ട് യൂസറിന് തിരിച്ചു കൊടുക്കും. ഇനി നമുക്ക് അതിന്റെ ഡെഫിനിഷൻ ഒന്ന് നോക്കാം. An expert system is a program that answers questions or solve problems about a specific domain of knowledge using logical rules that are derived from the knowledge of experts. Early successful expert systems examples ആണ് ഡെൻഡ്രലും മൈസിനും. ആ ഒരു ടൈമിലെ തിയററ്റിക്കൽ പ്രോഗ്രസ് ആണ് ബാക്ക് പ്രൊപ്പഗേഷൻ. ബാക്ക് പ്രൊപ്പഗേഷൻ ഇസ് ദി ന്യൂറൽ നെറ്റ്വർക്ക് ട്രെയിനിങ് അൽഗോരിതം. ഫസ്റ്റ് AI വിന്നർ വരുന്നത് 1974 to 80 ആണ്. പ്രോബ്ലംസ് ദാറ്റ് ലീഡ് ടു ഫസ്റ്റ് AI വിന്നർ ഏതൊക്കെയാണെന്ന് നോക്കാം. ആ ഒരു ടൈമില് റിസർച്ചേഴ്സ് ചെയ്യുന്ന എല്ലാ പ്രോജക്ട്സും ഒരു ടോയ് പ്രോബ്ലം പോലെയാണ് ഫീൽ ചെയ്യുന്നത്. അതായത് അവർ ചെയ്യുന്ന പ്രോജക്ട്സ് യൂസ് ചെയ്തിട്ട് സീരിയസ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻസും ചെയ്യാൻ പറ്റില്ലായിരുന്നു. അതേപോലെ തന്നെ കമ്പ്യൂട്ടേഷണൽ പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്ട്രീംലി ലോ ആയിരുന്നു. ഇന്നുള്ള മൊബൈൽ ഫോൺസിൽ പോലും അന്നുണ്ടായിരുന്ന മെയിൻ ഫ്രെയിംസിനെക്കാളും കമ്പ്യൂട്ടേഷണൽ പവർ ഉണ്ട്. മോസ്റ്റ് ഓഫ് ദി പ്രോബ്ലംസും അൺസോൾവബിൾ ആയിരുന്നു. ദാറ്റ് ഈസ് ഇൻട്രാക്റ്റബിലിറ്റി. കോമ്പിനറ്റോറിയൽ എക്സ്ക്ലൂഷൻസ് വരുന്നത് റൂൾ ബേസ്ഡ് പ്രോഗ്രാം ആണ്. ഇനി റൂൾ ബേസ്ഡ് പ്രോഗ്രാം യൂസ് ചെയ്തിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു പ്രോബ്ലം സോൾവ് ചെയ്യണമെങ്കിൽ ആ പ്രോബ്ലത്തിന് ആപ്ലിക്കബിൾ ആയിട്ടുള്ള എല്ലാ റൂൾസും നമ്മൾ പ്രോഗ്രാം ചെയ്യണം. അത്രയും റൂൾസ് ഒരു സിസ്റ്റം ഹാൻഡിൽ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഡിഫിക്കൽട്ട് ടാസ്ക് ആണ്. അതുപോലെ തന്നെ വെരി വെരി എക്സ്പെൻസീവ് ആണ്. റൂൾ ബേസ്ഡ് പ്രോഗ്രാം സ്മോളർ പ്രോബ്ലംസിന് ആപ്ലിക്കബിൾ ആണ്. ഇനി ലാർജർ പ്രോബ്ലംസിലേക്ക് വരുമ്പോഴത്തേക്ക് അതിന് ആപ്ലിക്കബിൾ ആയിട്ടുള്ള റൂൾസ് വരുമ്പം അത് ഫാക്ടോറിയൽ ടേംസിലായിരിക്കും വരുന്നത്. അത്രയും റൂൾസ് ഒരു സിസ്റ്റം ഹാൻഡിൽ ചെയ്യാന്ന് വെച്ചാൽ അതൊരു ഡിഫിക്കൽട്ട് ടാസ്ക് ആണ്. അതുപോലെ എക്സ്പെൻസീവ് ആണ്. ലാക്ക് ഓഫ് കോമൺ സെൻസ് നോളജ് ആൻഡ് റീസണിങ്. ആ ഒരു ടൈമിൽ നമ്മൾ കൊടുക്കുന്ന ടാസ്ക് പ്രോജക്റ്റുകൾ എഫിഷ്യൻ്റ് ആയിട്ട് ചെയ്യും. ചില സിറ്റുവേഷൻസിൽ അതിന് ആ ടാസ്ക് റെലവെന്റ് ആണോ ഇറെലവെന്റ് ആണോ എന്ന് തിങ്ക് ചെയ്ത് ചെയ്യാന്നുള്ളത് ഡിഫിക്കൽട്ട് ആയിരുന്നു. അതായത് കോമൺ സെൻസ് നോളജും റീസണിങ്ങും ഇംപ്ലിമെന്റ് ചെയ്യാന്നുള്ളത് ആ ടൈമിൽ ഡിഫിക്കൽട്ട് ആയിരുന്നു. മിൻസ്കി ഐഡന്റിഫൈ ചെയ്തു പെർസെപ്ട്രോൺ നെറ്റ്വർക്ക്സിനെ ട്രെയിൻ ചെയ്യുന്നത് ഹാർഡർ ആണെന്ന്. സോ ന്യൂറൽ നെറ്റ്വർക്ക്സിന്റെ റിസർച്ചസ് സ്റ്റോപ്പ് ചെയ്തു. ആ ഒരു ടൈമിൽ AI റിസർച്ചിന് വേണ്ടിയിട്ട് ഫണ്ടിങ് ചെയ്തത് ഏതോ ഒരു ഗവൺമെന്റ് ഏജൻസി ആയിരുന്നു. അപ്പം എക്സ്പെക്റ്റഡ് റിസൾട്ട്സ് ഒന്നും കിട്ടാത്തത് കാരണം AI ഫണ്ടിങ് ഒക്കെ കട്ട് ചെയ്തു. സോ അതൊരു മെയിൻ റീസൺ ആണ് AI വിന്നറിലേക്ക് ലീഡ് ചെയ്യുന്നതിന്. AIന്റെ പുതിയ സീസണൽ സൈക്കിൾ വരുന്നതാണ് 1980 to 2000. 1980 to 87 ബൂം സ്പ്രിംഗ് എന്നാണ് പറയുന്നത്. ഈ ടൈമിൽ എക്സ്പേർട്ട് സിസ്റ്റംസ് ബിസിനസ്സുകളിൽ യൂസ് ചെയ്യാൻ തുടങ്ങി. ഡ്രൈവർലെസ് കാർസ് ഇൻവെന്റ് ചെയ്തു. ന്യൂറൽ നെറ്റ്വർക്ക്സിന്റെ റിസർച്ചസ് വീണ്ടും സ്റ്റാർട്ട് ചെയ്തു.
ഹോപ്പ്ഫുൾ ന്യൂറൽ നെറ്റ്വർക്ക്സ് ഡെവലപ്പ് ചെയ്തു. ബാക്ക് പ്രൊപ്പഗേഷൻ ന്യൂറൽ നെറ്റ്വർക്ക് ട്രെയിൻ ചെയ്യാൻ യൂസ് ചെയ്ത് തുടങ്ങി. സെക്കൻഡ് AI വിൻഡർ വരുന്നത് 1987 to 1993 ആണ്. ഇനി നമുക്ക് പ്രോബ്ലംസ് ദാറ്റ് ലീഡ് ടു AI സെക്കൻഡ് വിൻഡേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, പോപ്പുലാരിറ്റി ഓഫ് ദി പേഴ്സണൽ കമ്പ്യൂട്ടേഴ്സ്. അപ്പം പേഴ്സണൽ കമ്പ്യൂട്ടേഴ്സ് വന്നപ്പം ആളുകൾക്ക് AI പ്രോഗ്രാംസ് ഒന്നും ചെയ്യാൻ പറ്റില്ലെങ്കിലും ചെറിയ ചെറിയ പ്രോഗ്രാംസ് ഒക്കെ ചെയ്യാൻ പറ്റി തുടങ്ങി, അതായത് വേർഡ് പ്രോസസ്സിംഗ് ഒക്കെ. അത് കാരണം ലിസ്പ് മെഷീൻസിന്റെ സെയിൽസ് ഡൗൺ ആയി. ഡിസപ്പോയിൻമെന്റ് ഇൻ ലാക്ക് ഓഫ് സ്പെക്ട്രാക്കുലർ റിസൾട്ട്സ്, അതായത് എക്സ്പെക്ട് ചെയ്ത റിസൾട്ട്സ് കിട്ടുന്നുണ്ടായിരുന്നില്ല. ബ്രൂട്ടൽ ഫണ്ടിങ് കട്ട്സ്, അതായത് എക്സ്പെക്റ്റഡ് റിസൾട്ട്സ് കിട്ടാത്തത് കാരണം റിസർച്ചിനുള്ള ഫണ്ടിങ് ഒക്കെ വീണ്ടും സ്റ്റോപ്പ് ചെയ്തു. 1994 to 2000 കൺസോൾട്ടേഷൻ സമ്മർ എന്നാണ് പറയുന്നത്. 1995 ആയപ്പോഴത്തേക്ക് ഇന്റലിജന്റ് ഏജൻസ് ഡെവലപ്പ് ചെയ്തു. ഏജൻസ് എന്ന് പറഞ്ഞാൽ സംതിങ് ടു ആക്ട് ആണ്. ഇന്റലിജന്റ് ഏജൻസിന് അതിന്റെ എൻവയോൺമെന്റിൽ നിന്നും സെൻസേഴ്സ് യൂസ് ചെയ്തിട്ട് പെർസീവ് ചെയ്യാൻ പറ്റും. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആക്ഷൻസ് എടുക്കാനും പറ്റും. 1997 ആയപ്പോൾ IBMന്റെ ഡീപ് ബ്ലൂ ബീറ്റ്സ് കാസ്പറോ ഇൻ ചെസ്. IBM's Deep Blue is the first computer that beats a human in the chess. അതുപോലെ തന്നെ ഡെവലപ്മെന്റ്സ് ഇൻ തിയറീസ് ഉണ്ടായി, ഇൻക്ലൂഡിംഗ് പ്രോബബിലിറ്റി തിയറി, ഇൻഫർമേഷൻ തിയറി, ഒപ്റ്റിമൈസേഷൻ തിയറി എക്സെട്ര. 2000 to 2012 ക്വയറ്റ് ഇയേഴ്സ് എന്നാണ് പറയുന്നത്. അപ് ടു 2012 വരെ AI റിസർച്ചേഴ്സ് ഒക്കെ സൈലന്റ് ആയിട്ട് റിസർച്ച് ലാബുകളിൽ മാത്രമായി ഒതുങ്ങി നിന്നിരുന്നു. ഇവിടെ ക്വയറ്റ് ഇയേഴ്സ് എന്ന് പറയുന്നത് AI റിസർച്ചിനെ ബേസ് ചെയ്തിട്ടാണ്. പക്ഷെ ഡെവലപ്മെന്റ് വൈസ് വരുമ്പോഴത്തേക്ക് സിഗ്നിഫിക്കന്റ് ഡെവലപ്മെന്റ് ആണ് ഉണ്ടായത്. 2001 മുതൽ ലാർജ് ഡേറ്റ സെറ്റ്സിന്റെ അവൈലബിലിറ്റി ഉണ്ടായി. അതായത് സെർച്ച് എൻജിൻസ് വെയർ ബോൺ. ഗൂഗിൾ ആണ് ബെസ്റ്റ് സെർച്ച് എൻജിൻ. ഗൂഗിൾ ബെസ്റ്റ് സെർച്ച് എൻജിൻ ആവാൻ കാരണം ഗൂഗിളിന്റെ സെർച്ചിങ് അൽഗോരിതംസ് ആണ്. ദെൻ ഇന്റർനെറ്റിന്റെ ബൂം ഉണ്ടായി. ഗ്രാഫിക്കൽ പ്രോസസർ യൂണിറ്റ് ദാറ്റ് ഈസ് GPUs ഡെവലപ്പ് ചെയ്തു. ദെൻ ഡീപ് ന്യൂറൽ നെറ്റ്വർക്ക്സ് യൂസ് ചെയ്തിട്ട് സ്പെസിഫിക് പ്രോബ്ലംസിന് ഗുഡ് റിസൾട്ട്സ് കിട്ടാൻ തുടങ്ങി. റിസർച്ചേഴ്സ് ജനറൽ പർപ്പസ് ഓഫ് AI നിന്നും സ്പെസിഫിക് ഔട്ട്കംസിലേക്ക് ഫോക്കസ് ചെയ്യാൻ തുടങ്ങി. 2005 സ്റ്റാൻഫോർഡ് റോബോട്ട് won the DARPA Grand Challenge by driving autonomously for 131 miles along an unrehearsed desert trail. 2011 IBM Watson beat the Jeopardy champions. 2012 മുതൽ AI is in the spring season ആണ്. 2012 ശേഷം AI become very popular ആയി. AI അത്രയും പോപ്പുലർ ആവാനുള്ള റീസൺസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്ന്, ലോട്ട്സ് ഓഫ് പ്രൈവറ്റ് ഫണ്ടിങ്, അതായത് പ്രൈവറ്റ് കമ്പനീസൊക്കെ AI റിസർച്ചേഴ്സിന് വേണ്ടിയിട്ട് ഫണ്ടിങ് ചെയ്യാൻ തുടങ്ങി. അതായത് ഗൂഗിൾ, IBM, ഫേസ്ബുക്ക്, മൈക്രോസോഫ്റ്റ് ഒക്കെ. അതേപോലെ തന്നെ ഇവർക്കൊക്കെ റിസോഴ്സസ് ഉണ്ട്, ഇവർക്കൊക്കെ ഡേറ്റാസ് ഉണ്ട്. അതേപോലെ തന്നെ ഇവർക്കൊക്കെ ഉള്ള കമ്പ്യൂട്ടേഷണൽ പവേഴ്സും ഒക്കെ എല്ലാവർക്കും വേണ്ടി ഷെയർ ചെയ്യാൻ തുടങ്ങി. അപ്പം എല്ലാവർക്കും AI പ്രോജക്ട്സുകൾ ചെയ്യാൻ പറ്റും. ദെൻ റാപ്പിഡ് ഡെവലപ്മെൻറ്റ് ഇൻ കമ്പ്യൂട്ടേഷണൽ പവർ, GPU സിസ്റ്റംസും TPU സിസ്റ്റംസും വന്നപ്പം ലേണിംഗ് നമുക്ക് എഫിഷ്യൻ്റ് ആക്കി ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഗ്രോത്ത് ഓഫ് ഡേറ്റ, ലാർജ് ഡേറ്റ സെറ്റ്സിൻ്റെ അവൈലബിലിറ്റി ഉണ്ടായത് കാരണം അത്രയും ഡേറ്റാസ് വെച്ച് നമുക്ക് മെഷീൻസിനെ ട്രെയിൻ ചെയ്യാൻ പറ്റും. ദിസ് ഈസ് ഓൾ അബൌട്ട് ദി ഹിസ്റ്ററി ഓഫ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. താങ്ക് യു.